ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, റിയൽ ഫാമേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കേരളത്തിലൊട്ടാകെ നല്ല രീതിയിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷിയെല്ലാം അല്പം മുടങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഓണക്കൃഷിയാണ്. ഏകദേശം ജൂൺ പകുതിയോടുകൂടി നമുക്ക് തൈകൾ നട്ടാൽ മാത്രമാണ് ഓണത്തിന് നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഈ മഴയൊക്കെ മാറി അപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ളൊരു കാലാവസ്ഥ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ അതിനോട് മുന്നൊരുക്കമായിട്ട് ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കൃഷിയിടത്തിൽ കൃഷികളൊന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കൃഷിക്ക് മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വിത്തുകൾ ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന വിത്തിനങ്ങളെക്കുറിച്ചാണ് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിവിടെ പേട്രയിലാണ് വിത്തുകൾ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു പോളി ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ വിത്തുകൾ മുളപ്പിച്ച് തൈകളാക്കി എൻ്റെ ഷോപ്പിലേക്കും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കൃഷിയിടത്തിലേക്കും ഞാൻ ഉപയോഗിക്കുന്ന തൈകൾ ഇതൊക്കെയാണ്. മെയിനായിട്ടും എൻ്റെ അനുഭവത്തിൽ നല്ല വിത്തനങ്ങളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്, ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഒരു കമ്പനിയുടെ ഇതിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ വിത്തനങ്ങളെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന വിത്തിനങ്ങളാണ്, അതെല്ലാം ഹൈബ്രിഡ് സീഡുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ശിവം എന്ന് പറയുന്ന ഒരിനം വിത്താണ്. ഏകദേശം നല്ല രീതിയിൽ നല്ല വിലയുണ്ട്. ഏകദേശം 810 രൂപയാണ് ഇതിൻ്റെ MRP. അപ്പോൾ ഇതിലൊരു 10 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2000 അല്ല 20,000 തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള വിത്ത് ഇതിനകത്തുണ്ടാവും. അതുപോലെ തന്നെയാണ് വഴുതനകൾ. മഹിക്കോ എന്ന് പറയുന്ന കമ്പനിയുടെ വഴുതനകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇൻഡോ അമേരിക്കൻ്റെ ഒരു സുപ്രിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റി സീഡാണ്. നല്ല ജെർമിനേഷൻ ഉണ്ട് കേട്ടോ. ഇതിന് ഏകദേശം 99% വിത്തുകളും പൊടിക്കും. അതാണ് ഇപ്പോൾ മോന് ആ വിത്താണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഇത് റോക്കറ്റ് എന്ന് പറയുന്ന ഒരിനം വള്ളിപ്പയറാണ്. ഈ വള്ളിപ്പയറും നല്ല രീതിയിൽ കായ്മാനം ഉള്ളതാണ്. ഇലകൾ കുറവും നല്ല രീതിയിൽ കായ്മാനം കൂടുതലുള്ള ഒരു പയറാണ് റോക്കറ്റ്. അതുപോലെ തന്നെയാണ് ഇൻഡോ അമേരിക്കൻ സീഡായിട്ടുള്ള സ്നോ വൈറ്റ്. ഇത് നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കുന്ന ഒരിനം വിത്താണ് ഇൻഡോ അമേരിക്കൻ്റെ സ്നോ വൈറ്റ്. അതുപോലെ തന്നെയാണ് മഹിക്കോയുടെ സിറ എന്ന് പറയുന്ന ഒരിനം. പിന്നെ ഇത്രയും ഐറ്റംസാണ്. അത് കൂടാതെ ഏറ്റവും നമുക്ക് വെണ്ട സാമ്രാട്ട് എന്ന് പറയുന്ന ഒരിനം കമ്പനിയുടെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഞാൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന സീഡുകളാണ്. സാധാരണ രീതിയിൽ ഈ സീഡുകൾക്കെല്ലാം നല്ല രീതിയിൽ കോസ്റ്റ് കൂടുതലാണ്. ആയതിനാൽ സാധാരണ ഈ നല്ല കർഷകർ എപ്പോഴും ഇതേപോലുള്ള നല്ല സീഡുകളാണ് വാങ്ങുന്നത്. കാര്യം ഇതിന് അല്പം വില കൂടുതലാണെങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഉൽപ്പാദനം ഇതിൽ നിന്നും കിട്ടും എന്നുള്ളതാണ് നമുക്ക് ലാഭകരമാക്കി മാറ്റുന്ന ഒരു കർഷകനെ സംബന്ധിച്ച്. അപ്പോൾ സീഡിൽ അല്പം വില കുറഞ്ഞു നിന്ന് ആ സീഡ് വാങ്ങാതെ നല്ല ക്വാളിറ്റിയുള്ള മറ്റ് കർഷകരോട് സംസാരിച്ച് ഏറ്റവും ഗുണമുള്ള പച്ചക്കറി വിത്തുകൾ തന്നെ വാങ്ങുക. അത് വെച്ച് തന്നെ നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തി, മഴയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വിത്തുകൾ തൈകളൊക്കെ പേട്രയിൽ പാവി വെച്ചും അതുപോലെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഇപ്പോഴേ തുടങ്ങുകയാണ്. ഏകദേശം ഇപ്പോൾ മെയ് അവസാനമായി ജൂൺ പകുതിയോടുകൂടി ഒരു 10-20 ദിവസം വേണം നമ്മൾ ഈ തൈകളൊക്കെ നാലില പരുവമായിട്ട് നമുക്ക് കൃഷി ഇടത്തിലേക്ക് പറിച്ച് നടാനായിട്ട്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ വിത്തുകളെല്ലാം പാകി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജൂൺ പകുതിയോടുകൂടി നമുക്ക് തൈകളെല്ലാം നമ്മളെ തടങ്ങൾ ഒരുക്കി അടിവളമൊക്കെ കൊടുത്ത് തടങ്ങൾ ഒരുക്കി നമ്മുടെ കൃഷിയിടത്തിലേക്ക് തൈകൾ വയ്ക്കാൻ കഴിയും. നമ്മുടെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇപ്രാവശ്യം ഓണത്തിന് നല്ല രീതിയിലുള്ള ഒരു പച്ചക്കറി നമുക്ക് ലഭിക്കും. അതിലൂടെ നല്ല രീതിയിലൊരു വരുമാനവും നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ നമ്മൾ കുട്ടികളെയൊക്കെ ഇതേപോലെ ഇരുത്തുമ്പോൾ കുട്ടികൾ വിത്തുകളെ എടുത്ത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ശ്രദ്ധിക്കുന്നുണ്ട്, എങ്കിലും ഇവർ ഇടയ്ക്കൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. പിന്നെ ഇവർക്ക് അതിനോട് താല്പര്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക, സന്തോഷമായിരിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.